ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഈവനിങ് സ്നാക്സാണ്. അപ്പോൾ അതിന് നമുക്ക് പൊതുവേ എല്ലാവർക്കും അറിയാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഒരുപാട് ആളുകൾ ഇത് കഴിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മളെ നാട്ടിൽ ഇതിനൊക്കെ പിടി എന്നാണ് പറയണത്. അപ്പോൾ അത് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് അറിയണ്ടേ. അപ്പോൾ നമ്മളിതിന് മൈദപ്പൊടിയാണ് കേട്ടോ എടുത്തേക്കണത്. അപ്പം മൈദപ്പൊടി, ഉപ്പും കുറച്ച് തേങ്ങയും കൂടിയും ചേർത്ത് ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ച് കുറച്ച് നേരം മാറ്റി വയ്ക്കണം. ശേഷം നമ്മൾ അതിനെന്താണ് ചെറിയ ബോൾസുകളാക്കി എടുക്കണം. പിന്നെ നമ്മൾ ഒരു തേങ്ങയുടെ പാലാണ് നമ്മൾ എടുത്തേക്കണത്, തലപ്പാലും രണ്ടാം പാലും. അപ്പോൾ രണ്ടാം പാൽ നമ്മൾ ആദ്യം തന്നെ കുറച്ച് നേരം അതൊന്ന് നന്നായിട്ട് ചൂടാക്കുക. അപ്പോൾ അതിലേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഉപ്പും 2 ഏലക്ക പൊടിച്ച പൊടിയും കൂടിയും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിലേക്ക് നേന്ത്രപ്പഴം ചേർക്കുക. നേന്ത്രപ്പഴം ചേർക്കണ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഡബിൾ ആകും. അപ്പോൾ അത്യാവശ്യം പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നാകും. അപ്പോൾ നമ്മൾ 2 പഴമാണ് ഇതിലേക്ക് ചേർത്തേക്കണത്. അപ്പോൾ ആ പഴം ആ തേങ്ങാപ്പാലേക്ക് ഇടുന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യത്തിന് മധുരം കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ മാറ്റി വെച്ചേക്കണ ബോൾസ് ഇല്ലേ മൈദപ്പൊടിയുടെ, അതുകൂടി ആഡ് ചെയ്ത് നന്നായിട്ട് കുറച്ച് നേരം തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ആദ്യമേ മാറ്റി വയ്ക്കുന്ന തലപ്പാൽ അത് നന്നായിട്ടൊന്ന് മുകളിലൂടെ ഒഴിച്ചു കൊടുത്ത് ശേഷം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഒന്ന് തിള വരണ വരെയും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ തയ്യാറാണ്. അപ്പോൾ കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പഴം ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നമുക്ക് വേറെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.